അതില് കോർപ്പറേറ്റിൽ കാണുന്നത് ഉന്നത പദവിയിലുള്ള ഉദ്യോഗസ്ഥര് താഴെയുള്ള ജീവനക്കാരോട് പെരുമാറുന്ന രീതി. എനിക്ക് ഞാൻ പറഞ്ഞ രാമദാസിനെ ഓക്കെ, അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇത് ബേസിക്കലി ഒരു ഇംഗ്ലീഷ് പടമാണ്. ഓക്കെ, ആ ഇംഗ്ലീഷ് പടത്തിനകത്ത് ഒരു നൈജീരിയൻ ക്യാരക്ടർ പട്ടാളക്കാരനും ഒരു ഇംഗ്ലീഷ് ഓഫീസറും തമ്മിലുള്ള ഡിസ്പാരിറ്റി കാണിച്ചു. അതിനെ ഇവിടെ എങ്ങനെ കാണിച്ചു? സത്യം പറയാൻ പറഞ്ഞു, ഞാൻ 4 വർഷം ഞാൻ പട്ടാളക്കാരനായിട്ട് സർവീസ് ചെയ്തു. ഒരു സിപ്പായി ലാൻഡ്സ്റ്റാൻഡായിട്ട് സർവീസ് ചെയ്തു. എൻ്റെ ജാതി ഏതെന്ത് നിറം ഏത് എന്നൊന്നും ചോദിച്ചിട്ട് ഒരു ഓഫീസറുമില്ല. എന്നെ ഈ 4 വർഷത്തിൽ പഠിപ്പിച്ച് വലുതാക്കിയത് ആരാണെന്ന് എന്നെ ഇന്ന് നിൽക്കുന്ന നില ഇന്നും നിങ്ങൾക്ക് ടെലിഫോൺ നമ്പർ ഇറക്കുന്ന തരാം, വിളിച്ച് ചോദിക്കാം. അന്ന് ക്യാപ്റ്റൻ FU അഹമ്മദ്, ഫക്രുദ്ദീൻ അഹമ്മദ് എന്ന് പറയുന്ന ലക്നൗകാരൻ എൻ്റെ ഓഫീസർ, കേണലായിട്ട് റിട്ടയർഡായി. അപ്പൊ അവിടെ ഇല്ലാത്ത ഡിസ്പാരിറ്റി ഞാൻ എങ്ങനെ പറയുന്നത്? ഇത് കാണിക്കുന്നത്, അത് കാണിച്ചത് ഞാൻ തെറ്റായിട്ട് തന്നെ കാണിക്കുന്നത്. കാരണം അങ്ങനെ ഡിസ്പാരിറ്റി ഒരു പാർട്ടിമെന്റ് ക്യാരക്ടറും അതുപോലെ തന്നെ ഇവിടെ ഒരു സുരേഷ് ഗോപി ഇല്ലല്ലോ, സുരേഷ്, ഈ രണ്ടിന്റെയും ക്യാരക്ടർ പെടാതെ യൂസാണ്. വി ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഡിസ്പാരിറ്റീസ്. ജാതി പറഞ്ഞ ഒന്നും ചെയ്യില്ല. കാരണം അവിടെ എത്രയും അവിടെയുണ്ട്. ഇപ്പം ലൈറ്റ് ഇൻഫൻട്രി എന്ന് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ വേണ്ടി പറയാം. സിഖ് റെജിമെന്റ് എന്ന് പറയും, അതുപോലെ സിഖ് ലൈ എന്ന് പറയും. സിഖ് ലൈ എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ക്ലാസ്സുകളാണ്. സിഖുമാരുടെ ഉള്ളിലുള്ള ക്ലാസ്സുകളിൽ അവരുടെ യൂണിറ്റ് സെപ്പറേറ്റ് ഉണ്ട്. അതിനെ കമാൻഡ് ചെയ്യുന്നത് ഏത് ഓഫീസർക്ക് എവിടുന്ന് വേണമെങ്കിലും ഞാൻ മലയാളികൾക്ക് പോയിട്ട് കമാൻഡ് ചെയ്യും. അപ്പം അവിടെ ഈ കണ്ടിട്ടുള്ളത് തെറ്റാണ്, ഒരിക്കലും അങ്ങനെ പറ്റില്ല. സിനിമയിലെ കാണിച്ചിരിക്കുന്നത് തെറ്റാണ്. ഞാനത് 100% ഞാൻ വന്നിരിക്കുന്ന പട്ടാളത്തിനകത്ത് നെവർ ഡു ദാറ്റ് കൈൻഡ് ഓഫ് കളർ ഡിസ്ക്രിപ്ഷൻ, ജാതി പറച്ചില്. അവിടെ പോലെ ഞങ്ങളുടെ ഒരു കൂരയ്ക്കകത്ത് ഈ 3 ദൈവങ്ങളെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റമുള്ള സ്ഥലമാണത്. ഒരു കൂരയ്ക്കകത്ത് തന്നെ ചെന്ന് കഴിഞ്ഞാൽ കൃഷ്ണൻ ഇവിടെ ഉണ്ടായിരിക്കും, ഈശോ ഇവിടെ ഉണ്ടായിരിക്കും, ഖുർആൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അപ്പുറത്ത് സർദാർമാരുടെ ഗുരുഗ്രന്ഥ സ്ഥാപനം വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റമുള്ള പട്ടാളത്തിനകത്ത് ഇതുപോലെ ഒരു കളർ നോക്കിക്കൊണ്ട് ഇങ്ങനെ സിസ്റ്റം വരുമെന്ന് തോന്നുന്നുണ്ട്. അതൊരു ഇംഗ്ലീഷ് പടമാണ്. ആ പടത്തിൽ നിന്നാണ് രാമദാസിനെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിരിക്കുന്നത്. അത് ഇന്ത്യയിലേക്ക് ആക്കി. പക്ഷെ അതിനെ അതിനോട് സാറിനെ അദ്ദേഹത്തിന്റെ അനുഭവത്തോടു കൂടി അദ്ദേഹത്തെ ഒന്ന് വിമർശിക്കുക. അഭിപ്രായം ഉള്ളതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത്. ഫേസ്ബുക്കിൻ്റെ നാടകമാണ് മേൽവിലാസം ആയിട്ട് വന്നിട്ടുള്ളത്. സാറ് പറഞ്ഞു അത് ഇപ്പോഴത്തെ അറിവാണ്. ശരിയാണ്, ലോകത്ത് മുഴുവനും മനുഷ്യരാണ്. മനുഷ്യരെ പ്രവർത്തിക്കുന്നവർക്ക് തെറ്റുകളുണ്ടാകും. അത് ചിലപ്പം നമ്മൾ ജീവിച്ച് വളർന്ന ഇടങ്ങളിൽ നിന്ന് അത് രൂപപ്പെട്ടിട്ടുണ്ടാകും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ജാതി പ്രവർത്തിക്കും, മതം പ്രവർത്തിക്കും. അത് ഇന്നതാണെന്ന് നമുക്ക് മറ്റൊരാൾ കറക്റ്റ് ചെയ്യുമ്പോഴായിരിക്കും വരുന്നത്. പട്ടാളത്തിൽ അതില്ല എന്ന് സാറ് പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല, സാറ് നിന്ന സ്ഥലത്ത് അത് ഉണ്ടായി എന്ന് വരുന്നില്ല. പക്ഷേ അത്തരത്തിൽ കാരണം കൃത്യമായിട്ടുള്ള നിയമ ഇതിനകത്തൂടെ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വരില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ടായേക്കാം. ആ ഒരു സാധ്യതയെ തുറന്നു കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് മേൽവിലാസം. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായേക്കാം. നമ്മുടെ ഈ മനുഷ്യരുള്ളിടത്ത് മാത്രമാണ് ഇതെല്ലാം പ്രശ്നമുള്ളത്, ഇല്ലേ? മനുഷ്യർക്കല്ലേ ഇതെല്ലാം. അവർ ഇപ്പം ചിലപ്പം നമ്മൾ തന്നെ വിദ്യാഭ്യാസമായിട്ട് ഒത്തിരി ഒന്ന് താഴ്ന്ന അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസമില്ല എന്ന് പറയുന്നൊരു മനുഷ്യനോട് വിദ്യാഭ്യാസമുള്ളൊരു ആണ് ഇടപെടുന്നതിനകത്ത് ചില വ്യത്യാസങ്ങളുണ്ടാകും. ദൂരെ മാറി നിൽക്കുന്ന ഒരാൾക്കായിരിക്കും ആ ഇടപെടൽ ചിലപ്പം ഏറ്റവും നന്നായിട്ട് മനസ്സിലാകുക. ഇപ്പം സാറ് നിന്ന സ്ഥലത്ത് അതൊന്നും ഉണ്ടായിന്ന് വരില്ല, സമ്മതിക്കില്ല. അതെ, പക്ഷേ ഉണ്ട് എന്ന് പോലീസിലുണ്ട്, സാധാരണ കച്ചവട സ്ഥാപനങ്ങളുണ്ട്, മനുഷ്യർക്കിടയിലുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ ഏറ്റവും ശരിക്കും പറഞ്ഞാൽ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. സാമ്പത്തികമായിട്ടുള്ള അസമത്വം അനുഭവിച്ചിട്ടുള്ള മനുഷ്യർ നിറത്തിൻ്റെ പേരിൽ എന്തിനാ കഷണ്ടി വന്നതിൻ്റെ പേരിൽ അസമത്വം അനുഭവിക്കുന്ന ആൾക്കാർ പറഞ്ഞത്. അപ്പം നമുക്ക് പട്ടാളത്തിൽ അതില്ല എന്നല്ല, അതുണ്ടാവും. മനുഷ്യരാണ് എല്ലാം തുടക്കം ഒരു ഇൻഡിവിജ്വൽ. അത് പട്ടാളം എന്നുള്ളതല്ല, പോലീസ് എന്നുള്ളതാണ്.
ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ വളർന്നു വരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ സമൂഹം ഇനിയും ഉണരേണ്ടത്. മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് കുട്ടിക്കാലം തൊട്ട് പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് അച്ഛനമ്മമാർ മറക്കുന്നുണ്ട്. ഈ വർണ്ണവിവേചനം, ജാതി വിവേചനം, അല്ലെങ്കിൽ അയലോകക്കാരൻ അതാണ്, അവൻ മറ്റതാണ്, ഇവൻ ഇതാണ് എന്നിപ്പോൾ വീട്ടിൽ കുട്ടികളുടെ മുന്നിൽ വെച്ച് സംസാരിക്കരുത്. ഇത് മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ കുട്ടിയുടെ മനസ്സിലാക്കുന്നത് കേട്ടോ, ഓ അത് ശരിയല്ല അല്ലേ, അവൻ തൊപ്പിട്ട് മദ്രസയിൽ പോകുന്നല്ലേ, അത് വീട്ടിൽ സംസാരിച്ചിട്ടാണ്. വീട്ടിൽ സംസാരിക്കുന്നില്ലെങ്കിൽ അവൻ തൊപ്പിയിട്ടാലും ഓക്കെ, ഇവൻ ചന്ദനക്കുരി തൊട്ടാലും ഓക്കെ, അല്ലെങ്കിൽ കുരിശ് കഴുത്ത് കെട്ടി നോക്കിയാലും ഒരു പ്രശ്നമില്ല. അത് വളർത്തുന്നിടത്താണ്.